ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ബീഫ് നല്ല വെള്ളമില്ലാതെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കൂലേ. അപ്പം ബീഫ് ഉലർത്തിയത് അതുണ്ടാക്കാം. ബീഫ് 1 200 എടുത്തിട്ടുണ്ട്. ഇത്രയും ഇരുന്നു, അതുകൊണ്ട് അത്രയും എടുത്തു. ബീഫ് 1 200. പിന്നെ അതിൽ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, എരിവെള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം അത് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്ര ഈ ഈ കാണുന്ന അത്ര 1 ടേബിൾ സ്പൂൺ അല്ല, ഞാൻ അത്രയും എടുത്തിട്ട് അതിൻ്റെ പകുതി നേര് പകുതിയാക്കി പകുതി മസാല ഈ ബീഫിലോട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. ബീഫിലിടണം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും തല്ലിയിട്ട് അതും നേര് പകുതി ഇതിലോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ കൊത്തി നുറുക്കി അതും ഇതിലോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമുക്ക് ഇത്രയും ഇടാം, പിന്നെ നോക്കിയിട്ട് പോരെങ്കിൽ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കി ഇടുക. പിന്നെ അടുത്തത് വേണ്ടത് ശകലം വെളിച്ചെണ്ണ. ഒരുപാട് വേണ്ട. ഇത് മിക്സ് ചെയ്യാൻ സമയം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത്രയും മാത്രം മതി. ഇതിനെ ഒന്ന് നല്ലവണ്ണം പുരട്ടി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കണം. 1 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ബീഫ് പുരട്ടി വെച്ചു, മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ അളവിൻ്റെ പകുതി മസാല അതിൽ പുരട്ടി വെച്ചു, പകുതി മസാല ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ വശക്കുമ്പോൾ ഇതിലിട്ട് വശക്കും. അതിനാണ് ഹാഫ് ആക്കിയത്. അപ്പോൾ കടായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇടുകയാണ്. കടുകിട്ട് കറി ഇപ്പോൾ പൊട്ടുമ്പോൾ നമുക്ക് ഈ കറിവേപ്പില 2 തണ്ട് നേരത്തെ എടുത്തിരുന്നില്ലേ, അതിൻ്റെ ഒരു തണ്ട് ഞാൻ അതിലിട്ടായിരുന്നു. ഒരു തണ്ട് ഇതിലോട്ടിടാം. അതിനാണ് നേരത്തെ 2 തണ്ട് കറിവേപ്പില എടുത്തത്. കറിവേപ്പില ഇട്ടു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് ഹാഫ് അതിലിട്ട് ഹാഫ് ഇതിൽ. പിന്നെ ചെറിയ ഉള്ളി ഹാഫ് ചെറിയ ഉള്ളി അതിലിട്ട്, ഹാഫ് ചെറിയ ഉള്ളി ഇതിലേക്ക് വശക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ഇതിലോട്ട് ഇടാം. വാടി വരുമ്പോഴത്തേക്ക് വേണം മസാല ഇടാൻ. വാടിയ ശേഷം ഇടാം. അപ്പോൾ ഉള്ളി ഇതാണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്തില്ല, പക്ഷെ ഒന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ബാക്കി മസാല ഇതിലോട്ട് ഇടുകയാണ്. ഈ മസാല ഇട്ടിട്ട് ഈ മസാലയും ഉള്ളിയും കൂടി നല്ലവണ്ണം ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വശക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് ഉലർത്തിയെടുക്കണം. ഇതിലോട്ടിട്ട് ഒന്ന് ഉലർത്തിയെടുക്കണം. ഞാൻ ഈ ബീഫ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഹാഫ് ടേബിൾ സ്പൂൺ ബീഫ് വേവിക്കുന്നതിലിട്ടു. ഹാഫ് മഞ്ഞൾപ്പൊടി നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വശക്കിയിൽ അതിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ബീഫ് ഉലർത്തിയിട്ടുണ്ട്. അരമണിക്കൂർ ഇതിനെ സിമ്മിലിട്ടിട്ട്, സിമ്മെന്നല്ല, ഒരു മീഡിയത്തിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് ഉലർത്തിയത് റെഡിയായി. ബായ്.